അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വോയിസ് ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മഫ്ഊലുകളെ കുറിച്ചാണ് പറഞ്ഞത്. 5 മഫ്ഊലുകളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. അതിൽ അവസാനം പറഞ്ഞ മഫ്ഊലാണ് മഫ്ഊല് മഅഹു എന്നുള്ള മഫ്ഊൽ. മഫ്ഊല് മഅഹു എപ്പോഴും മഅ എന്ന അർത്ഥം വരുന്ന ഒരു വാവിൻ്റെ ശേഷമായിരിക്കും സംഭവിക്കുക എന്നൊക്കെ നമ്മൾ ഇന്നലെ വിശദീകരിച്ചു. അപ്പോൾ പലപ്പോഴും ഈ മഴയത്തിൻ്റെ വാവും അത്ഫിൻ്റെ വാവ് ഒക്കെ ഇൽത്തിബാസായിട്ട് വരാൻ സാധ്യതയുണ്ട്, ഏതാണെന്ന് തിരിച്ചറിയാത്ത രൂപത്തിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് വാവ് മഴയത്തിൻ്റെ വാവ് ആവുക, എപ്പോഴാണ് അത് അത്ഫിൻ്റെ വാവ് ആവുക എന്നതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിശദീകരണം കൂടി ബാക്കിയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. എന്നിട്ട് നമുക്ക് മഫ്ഊലുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഇതാ കാനത്തിൽ കലിമത്തു ബഅദൽ വാവി ലാ യസിഹു അൻ തതശാറക മഅ മാ ഖബ്ലഹ. ഇവിടെ വാവിൻ്റെ ശേഷം വരുന്ന കലിമത്ത് ആ വാവിൻ്റെ മുമ്പുള്ളതിനോട് ഇറാബിലോ അതുപോലെ തന്നെ മഅനയിലോ കൂറാവാൻ സാധിക്കാത്തതാണെങ്കിൽ അവിടെ മഅയ്യത്തിൻ്റെ വാവായിരിക്കും എന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് മഷാ അലിയുൻ വല്ലില്ല. ഇവിടെ വാവിൻ്റെ ശേഷം വന്നത് ദില്ല് എന്നാണ്, തണൽ എന്നതാണ്. സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? മഷാ അലിയുൻ, അലി നടന്നു, വല്ലില്ല അവൻ്റെ നിഴലോട് കൂടെ. അപ്പോൾ അവൻ്റെ നിഴല് ദില്ല് എന്ന് പറയുന്നത് ഒരിക്കലും നടക്കൂല. അപ്പോൾ വാവിൻ്റെ ശേഷമുള്ള ഈ ദില്ല് എന്ന പദം ഒരിക്കലും അതിന് മുമ്പുള്ള അലി എന്ന പദത്തോട് ഇറാബിലോ മഴനയിലോ കൂറാവാൻ പറ്റിയതല്ല. ഇങ്ങനെ വരുമ്പോൾ അവിടെ മഴയത്തിൻ്റെ വാവായിരിക്കും, അത്ഫിൻ്റെ വാവാക്കാൻ പറ്റൂല. അങ്ങനെ മഷാ അലിയുൻ വല്ലില്ലു എന്ന് റഫ് കൊടുത്തുകൊണ്ട് അത്ഫിൻ്റെ വാവാക്കി റഫ് കൊടുത്തുകൊണ്ട് പറ്റൂല. അർത്ഥം ശരിയാവില്ലല്ലോ. അലി നടന്നു, അവന് നിഴലും നടന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം നിഴൽ നടക്കൂലല്ലോ. അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ അവിടെ വാവ് മഴയത്തിൻ്റെ വാവായിരിക്കും. ഇനി അടുത്ത പോയിന്റ്, ഇതാ കാനത്തിൽ കലിമത്തു ബഅദൽ വാവി യസിഹു അൻ തതശാറക. നേരത്തെ ലാ യസിഹ പറഞ്ഞത്, ഇവിടെ യസിഹു അൻ തതശാറക മഅ മാ ഖബ്ലഹ. മുമ്പുള്ള ഇസ്മിനോട് ഷെയറാകാൻ പറ്റും. ഫിൽ മാന വൽ ഇറാബ്, മാനയിലും ഇറാബിലൊക്കെ ഷെയറാകാൻ പറ്റും. പക്ഷേ മഅ വുജൂദി മാനിഅൻ ലിൽ അത്ഫി, അത്ഫിനെ തടയുന്ന ഒരു തടസ്സം ഉണ്ടാവലോടുകൂടെ. അപ്പോൾ ഇസ്മ് വാവിന് ശേഷമുള്ള ഇസ്മ് മുമ്പുള്ളതിനോട് കൂറാവാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ അത്ഫ് ചെയ്യുന്നതിനെ തൊട്ട് ചെറിയ തടസ്സം ഇവിടെ ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും വാവ് അത്ഫിൻ്റെ വാവാക്കാൻ പറ്റൂല, മഴയത്തിൻ്റെ വാവാക്കണം. ആ തടസ്സത്തിൻ്റെ ഉദാഹരണം പറയാം. നമ്മൾ ഒരു സെൻറ്റൻസ് നോക്കൂ. അത്തൈത്തു വസഈദൻ, അത്തൈത്തു വസഈദൻ, അത്തൈത്തു ഞാൻ വന്നു, വസഈദൻ സഈദിൻ്റെ കൂടെ, സഈദോട് കൂടെ ഞാൻ വന്നു. ഇവിടെ മഴയത്തിൻ്റെ വാവാക്കാനേ പറ്റുള്ളൂ. കാരണം വന്നു എന്നുള്ളത് ഞാനും വന്നു സഈദും വന്നു എന്നൊക്കെ പറയാൻ പറ്റും, മഴനയിലും ഇറാബിലൊക്കെ കൂറാവാൻ പറ്റും സഈദ് എന്നത്. പക്ഷേ ഇവിടെ അത്ഫാക്കാൻ പറ്റില്ല. കാരണം അത്തൈത്തു എന്നുള്ളത് അവിടെ ഈ മുത്തസിലായ ലമീർ ഉണ്ടല്ലോ, അത്തൈത്തു, ആ മുത്തസിലായ ലമീറിലേക്കാണ് സഈദ് എന്നതിന് അത്ഫ് ചെയ്യുന്നത്. ഇങ്ങനെ മുത്തസിലായ ലമീറിലേക്ക് വാഹിറായ ഇസ്മിനെ അത്ഫ് ചെയ്യുമ്പോൾ ആ ലമീറിനെ മുൻഫസിലായി കൊണ്ടുവരണം. അങ്ങനെ അത്തൈത്തു അന വ സഈദുൻ എന്ന് പറയണം എന്ന നിയമമുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു മുൻഫസിലായ ലമീർ ഒന്നും കൊണ്ടുവരാത്തത് കൊണ്ട് ഈ വാവ് അത്ഫിൻ്റെ വാവാക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഘട്ടങ്ങളിലും മഴയത്തിൻ്റെ വാവായിരിക്കും എന്ന് മനസ്സിലാക്കണം.
അപ്പോൾ രണ്ട് സന്ദർഭം പറഞ്ഞു. ഒന്ന്, ഈ വാവിന് ശേഷമുള്ള ഇസ്മ് മുമ്പുള്ള ഇസ്മിനോട് ഒരിക്കലും മഴനയിലോ ഇറാബിലോ കൂറാവാൻ പറ്റാത്തതാണെങ്കിൽ എന്തായാലും മഴയത്തിൻ്റെ വാവ്. ഇനി മുമ്പുള്ള ഇസ്മിനോട് കൂറാൻ പറ്റുന്നതാണ്, പക്ഷേ അവിടെ അത്തുഫ് ചെയ്യുന്നതിന് തൊട്ട് ചെറിയ തടസ്സം അവിടെ ഉണ്ട്. നിയമപരമായിട്ട് നഹവിയായിട്ടൊക്കെ തടസ്സം ഉണ്ടെങ്കിൽ അവിടെയും അത്തുഫിൻ്റെ വാവാക്കാൻ പറ്റില്ല, മറിച്ച് മഴയത്തിൻ്റെ വാവാണ് നോക്കണം. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇതാ കാനത്തിൽ കരിമത്തു ബഅദൽ വാവി വജബ അൻ തകൂന മഅതൂഫത്തൻ അലാ മാ ഖബ്ലഹ. വാവിൻ്റെ ശേഷമുള്ള കലിമത്ത് മുമ്പുള്ള കലിമത്തിലേക്ക് അത്ഫ് ചെയ്യപ്പെടുന്ന നിർബന്ധമായ സന്ദർഭമാണെങ്കിൽ, അതായത് ചില ഫീലുകളുണ്ട്, ആ ഫീലുകൾക്ക് 2 ഫായിൽ വേണം. അങ്ങനത്തെ ഫീലുകൾക്ക് വരുമ്പോൾ അവിടെ അത്ഫ് നിർബന്ധമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ തസാലഹ എന്ന് പറഞ്ഞാൽ പരസ്പരം സുൽഹ് കാണിച്ചു എന്നാണ്. പരസ്പരം അന്യോന്യം രഞ്ജിപ്പിലായി എന്നൊക്കെ അർത്ഥം. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുമ്പോൾ രണ്ടാൾ കാണല്ലോ. അപ്പോൾ അലിയും ഹാത്തിമും പരസ്പരം എന്ത് ചെയ്തു? സുൽഹിലായി. ഇവിടെ തസാലയ്ക്ക് 2 ഫായിൽ വേണം. അത് അതിന് മുഷാറക്കത്തിൻ്റെ പേര് അറിയിക്കുന്ന ഫേലുകളാണിത്. ഫഅല, തഫഅല വസനുകളൊക്കെ. ലാറബ സെയ്ദുൻ, ഖാത്തല സെയ്ദുൻ വ അംറുൻ, സെയ്ദും അംറും രണ്ടുപേരും ഘോരമായി യുദ്ധം ചെയ്തു. അവിടെ ഖാത്തല സെയ്ദുൻ വ അംറുൻ. ഖാത്തല എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോഴാണ് ഖാത്തല എന്ന് പറയുക, ഫഅല വസന് വരിക. അപ്പോൾ അതിന് 2 ഫായിൽ വേണം. 2 ഫായിൽ മീൻസ് തെർക്കീബിലൊരു ഫായിൽ ഉണ്ടാവുള്ളൂ, മറ്റേ നമുക്ക് അത്തഫാണ്. അർത്ഥം നോക്കുമ്പോൾ അവിടെ 2 ആളുകളായും വേണം. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ അവിടെ അത്തഫിൻ്റെ വാവാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ 2 ഘട്ടങ്ങൾ മഴയത്തിൻ്റെ വാവാക്കാൻ പറ്റുന്ന ഘട്ടങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ ഘട്ടം അത്തഫിൻ്റെ വാവാക്കാൻ മാത്രം പറ്റുന്ന ഒരു ഘട്ടം പറഞ്ഞത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാവിന് ശേഷമുള്ള ഇസ്മ് മുമ്പുള്ള ഇസ്മിനോട് കൂറാകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. മുസാഹബത്തിനും പറ്റുന്നുണ്ട്, അത്ഫിനും പറ്റുന്നുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും പറ്റുന്ന രൂപത്തിലാണെങ്കിൽ അവിടെ പിന്നെ അത്ഫിൻ്റെ വാവ് ആക്കാം, മഴയത്തിൻ്റെ വാവ് ആക്കാം, ഇഷ്ടംപോലെ ചെയ്യാം. അതേ സമയത്ത് ചില സാഹചര്യ തെളിവുകൾ കൊണ്ട് ഏതെങ്കിലും വാവാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതങ്ങനെ പറ്റുള്ളൂ. അത് നമ്മൾ ഏതർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഒക്കെ സന്ദർഭത്തിൽ മനസ്സിലാവുകയാണെങ്കിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ലായു ഹാജർ സെയ്ദുൻ വ ഫാത്തിമത്തു, ഇവിടെ സെയ്ദ് ഹിജ്റ പോകരുത്, ഫാത്തിമയും ഹിജ്റ പോകരുത് എന്ന് പറയുമ്പോൾ അവിടെ വാവിന് ശേഷമുള്ള ഫാത്തിമ എന്നുള്ളത് സെയ്ദ് എന്ന് നമുക്ക് അത്തഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇസ്മാണ്. ഇനി വേണമെങ്കിൽ മുസാഹബത്തിന് അങ്ങനെയും ചെയ്യാം, രണ്ടും പറ്റുന്ന ഒരു ഇസ്മാണ്. സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാവാണ് രണ്ടാളും ഹിജ്റ പോകരുത് എന്ന അർത്ഥമാണ് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവുന്നതെങ്കിൽ അവിടെ അത്തഫ് ചെയ്തുകൊണ്ട് തന്നെ വായിക്കണം ലായു ഹാജിർ സെയ്ദുൻ വ ഫാത്തിമത്തു. ഇനി അതല്ല, സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവുകയാണെങ്കിൽ സെയ്ദ് ഫാത്തിമൻ്റെ കൂടെ ഹിജ്റ പോകരുത്, സെയ്ദ് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഹിജ്റ പോയിക്കോട്ടെ, ഫാത്തിമൻ്റെ കൂടെ പോകരുത് എന്നർത്ഥമാണ് സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെങ്കിൽ ആ വാവ് മഴയത്തിൻ്റെ വാവാക്കാനേ തരമുള്ളൂ. അപ്പോൾ ലായു ഹാജിർ സെയ്ദുൻ വ ഫാത്തിമത്ത എന്ന് വായിക്കണം. അപ്പോൾ സന്ദർഭത്തിൽ നിന്ന് ഏതർത്ഥത്തിലാണ് അവിടെ ഉദ്ദേശിച്ചത് എന്നൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ അതിനനുസരിച്ച് വായിക്കണം. ഇല്ല എങ്കിൽ 2 വാവും പറ്റും. ഒന്നുകിൽ അത്തഫിൻ്റെ വാവാക്കാം, അല്ലെങ്കിൽ മഴയത്തിൻ്റെ വാവ് ആക്കാം. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് ബാക്കി പറയാനുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മഫ്ഊലുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2021 ചോദിച്ച ചോദ്യമാണ് കാമത്തുല്ലാബു ഡാഷ് ലിൽ ഉസ്താദ്. കാമത്തുല്ലാബു വിദ്യാർത്ഥികൾ നിന്നു ഡാഷ് ലിൽ ഉസ്താദ്. ഇവിടെ ഏതാണ് ശരിയായ ഓപ്ഷൻ? കരീമൻ, ഇക്രാമുൻ, ഇക്രാമിൻ, ഇക്രാമൻ. ഡി ആണ് ഇവിടുത്തെ ഉത്തരം അല്ലേ? ഇത് മഫ്ഊലുകളിൽപ്പെട്ട ഏത് മഫ്ഊലായിട്ടാണ് വരിക? ഇക്രാമൻ എന്നുള്ളത്.
മഫ്ഊലുൻ ലി അജ്ലിഹിയാണ്. അപ്പോൾ ഇക്റാമൻ ബഹുമാനിച്ചതിന് വേണ്ടി, ഉസ്താദിനെ ബഹുമാനിച്ചതിന് വേണ്ടി വിദ്യാർത്ഥികൾ നിന്നു. മഫ്ഊൽ ലഹു ആകുമ്പോൾ മസ്തറായിട്ടാണ് വരിക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അൽ മസ്തറുൽ മുഅല്ലിലു ലി ഹദസിൻ ഷാറക്കഹു വഖതൻ വഫാഇലൻ എന്നാണല്ലോ നിർവചനം പറഞ്ഞത്. അപ്പോൾ മഫ്ഊൽ ലഹു മസ്തറായിരിക്കണം. ഇവിടെ മസ്തറായിട്ട് വന്നിട്ടുള്ളത് ഇക്റാമുൻ, ഇക്റാമിൻ, ഇക്റാമൻ 3 ഓപ്ഷനും മസ്തറാണ്. പക്ഷേ മഫ്ഊൽ ലഹു ആകുമ്പോൾ ഇതിന് നെസ്ബ് വേണമല്ലോ. അപ്പോൾ നെസ്ബുള്ള മസ്തർ ഇക്റാമൻ എന്നുള്ള 4ാമത്തെ ഓപ്ഷൻ മാത്രമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ലർഫുസ്സമാൻ. ലർഫുസ്സമാൻ അത് ഇസ്മുൻ മജ്റൂറാണോ, ഇസ്മു മർഫു ആണോ, ഇസ്മു മൻസുബാണോ, ഫിഅ്ലു മജ്സൂമാണോ? ലർഫുസ്സമാൻ. ഓക്കെ, ലർഫുസ്സമാൻ എന്നുള്ളത് ഇസ്മു മൻസുബാണൊക്കെ സിമ്പിളായ ചോദ്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്, PSCക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. ലർഫുസ്സമാൻ അല്ലേ? ലർഫുസ്സമാൻ എന്നുള്ളത് മഫ്ഊൽ ഫീഹി എന്നതിനാണ് നമ്മൾ ലർഫ് എന്ന് പറയാം. ലർഫ് 2 ഇനങ്ങളുണ്ട്, ലർഫ് സമാന്, ലർഫ് മക്കാന്. 2 ലർഫും അതെന്താണ്? മൻസൂബായ ഇസ്മുകളാണ്. മൊത്തത്തിലെല്ലാ മഫ്ഊലുകളും അങ്ങനെ തന്നെയാണ്, മൻസൂബായ ഇസ്മുകൾ. ഇനി അടുത്തത് അൽ അഅയാദു മുൽത്തഖൽ അസ്ദിഖാ. അൽ അഅയാദു മുൽത്തഖൽ അസ്ദിഖാ. അഅയാദ് എന്ന് പറഞ്ഞാൽ ഈദിൻ്റെ ജമ്മാണ് അഅയാദ്. പെരുന്നാളിനേക്കാണല്ലോ ഈദ് എന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആഘോഷവേളകൾ, പെരുന്നാളുകളൊക്കെ മുൽത്തഖൽ അസ്ദിഖാ, അസ്ദിഖായിൻ്റെ കൂട്ടുകാരുടെ മുൽത്തഖയാണ്. മുൽത്തഖ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. കലിമത്ത് മുൽത്തഖ ഇൽത്തഖ, ഇൽത്തഖി എന്ന ഫീലിൽ നിന്ന് പോകുന്ന ഒരു ഇസ്മാണ് മുൽത്തഖ എന്നുള്ളത്. ഇവിടെ ഇസ്മ സമാനാണെന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡി. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇസ്മുസമാൻ. ഓക്കെ, പെരുന്നാൾ എന്നുള്ളത് ഒരു സമയമാണല്ലോ. പെരുന്നാൾ ഒരു സ്ഥലമല്ല. പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേക സമയമാണ്. അപ്പോൾ പെരുന്നാളിനെ കുറിച്ച് മുൽത്തഖ എന്ന് പറയുമ്പോൾ അത് സംഗമ സ്ഥലം എന്നർത്ഥത്തിനാവില്ല, മറിച്ച് സംഗമ സമയം എന്നർത്ഥത്തിനായിരിക്കും. അപ്പോൾ ഇസ്മു സമാൻ എന്ന ബി എന്ന ഓപ്ഷനാണ് ശരി. അപ്പോൾ കൂട്ടുകാർ സംഗമിക്കുന്ന സമയം ആണ് പെരുന്നാളുകൾ. കൂട്ടുകാർ സംഗമിക്കുന്ന സമയമാണ് പെരുന്നാൾ. അതായത് കൂട്ടുകാർ സംഗമിക്കുന്ന സ്ഥലം ആണെന്ന് പറയില്ല, എന്താ സമയമാണെന്ന് പറയുള്ളൂ. ഇവിടെ മുൽത്തഖ എന്നുള്ളത് ഇൽത്തഖ, ഇൽത്തഖി, ഇൽത്തിഖാഅൻ ഫഹുവ മുൽത്തഖിൻ, വ ഉൽത്തുഖിയ യുൽത്തഖ ഇൽത്തിഖാഅൻ ഫഹുവ മുൽത്തഖൻ. ഇസ്മു മഫ്ഊലാണ് മുൽത്തഖ എന്നുള്ളത്. ഈ ഇസ്മു മഫ്ഊലിൻ്റെ അതേ വസനാണ് ഇങ്ങനെ 3 അക്ഷരത്തേക്കാൾ അധികമുള്ള സായിദിയായ ഇത്തരം ഫീലുകളിൽ അതിനെ ലറുഫായിട്ട് വരാം. അതായത് നമ്മളിപ്പോൾ സാധാരണ സുലാസിയായ ഫീലുകളിൽ ലറുഫൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ത്വലഅ യത്ലഉ തുലുഅൻ ഫഹുവ താലിഉൻ, വതുലിഅ യത്ലഉ തുലുഅൻ ഫഹുവ മത്ലൂഉൻ, അൽ-അംറു മിൻഹു ഉത്ലുഅ ലിയത്ലുഅ ലിയത്ലുഅ വന്നഹി ലാ തത്ലുഅ ലാ യത്ലുഅ ലാ യത്ലുഅ. പിന്നെ വല്ലറുഫു മിൻഹു മത്ലുഉൻ. ഇങ്ങനെ മഫ്അൽ വസനിക്കാണ് ലറുഫ് വരാം. ഉദിക്കുന്ന സ്ഥലം എന്നർത്ഥത്തിൽ മത്ലുഅ എന്ന് പറയും, മഫ്അൽ വസനിക്ക്. എന്നാൽ ഇതൊക്കെ ഈ മഫ്അൽ വസനി അല്ലെങ്കിൽ മഫ്ഇൽ വസനിക്കൊക്കെ ഈ ലറുഫ് വരാ 3 അക്ഷരമുള്ള ഫീലിനാണ്. 3 അക്ഷരത്തേക്കാൾ കൂടുതലുള്ള ഫീലുകൾക്ക് ഇങ്ങനെ ലറുഫ് വരല്. ലറുഫ് എന്ന് വെച്ചാൽ ലറുഫ് സമാനാവോ ലറുഫ് മക്കാനാവോ ഒക്കെ ലറുഫ് വരല്. അതിൻ്റെ മഫ്ഊൽ ഇസ്മു മഫ്ഊൽ എങ്ങനെയാണോ ആ രൂപത്തിലാണ് അതിൻ്റെ ലറുഫും വരാം. ഇവിടെ മുൽത്തഖ എന്നുള്ളത് ഇൽത്തഖ എന്നതിൻ്റെ ഇസ്മു മഫ്ഊലിൻ്റെ രൂപമാണ് മുൽത്തഖ. അതേ രൂപത്തിൽ തന്നെയാണ് ലറുഫും വരാം. ഇവിടെ ലർഫായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ലർഫ് സമാനായിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇസ്തഫഅല അല്ലെങ്കിൽ ഇസ്തക്റമ അതിൻ്റെയൊക്കെ ലർഫ് എങ്ങനെ വരിക? മുസ്തക്റമുന വരാം. ഇസ്തക്റമിൻ്റെ ലർഫ് മുസ്തക്റമുന വരാം. അതായത് അതിന് ഇസ്മു മഫ്ഊലും ലർഫും ഒക്കെ ഒരേ രൂപത്തിലാണ് വരിക എന്നർത്ഥം. പിന്നെ അടുത്ത ചോദ്യം യുബയ്യിനു സബബൽ ഫിഅലി ഔ ഇല്ലത്ത ഹുസൂലിഹി. അതേത് മഫ്ഊലാണ്? യുബയ്യിനു സബബൽ ഫിഅലി, ഒരു പ്രവൃത്തിയുടെ കാരണം വിശദീകരിക്കുന്നത്. മഫ്ഊലുൻ ലി അജ്ലിഹിയാണ് ഒരു ഫിഅലിൻ്റെ കാരണം വിശദീകരിക്കുന്ന മഫ്ഊൽ. മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞാൽ
ആ ഫീല് ഏതൊരു മഫ്ഊലിൻ്റെ മേലിലാണോ ആരുടെ മേലിലാണോ സംഭവിച്ചത് അതിനെ സൂചിപ്പിക്കാനാണ് മഫ്ഊൽ ബിഹി. മഫ്ഊൽ ഫീഹി എന്ന് പറഞ്ഞാൽ ആ സമയത്തെ സൂചിപ്പിക്കാനാണ്. പിന്നെ മഫ്ഊൽ മുത്ലക്ക് പല അർത്ഥങ്ങൾക്ക് വരും. എണ്ണം വിശദീകരിക്കാൻ, നൗഅ വിശദീകരിക്കാൻ, ഈ തഅക്കീദിന് വേണ്ടിയിട്ടൊക്കെ തഅക്കീദിന് വേണ്ടിയിട്ടൊക്കെ വരും. അതേ സമയത്ത് ഈ കാരണം വിശദീകരിക്കാൻ വേണ്ടി വരുന്നത് മഫ്ഊൽ അജ്ലിയാണ്. ഓക്കെ, ഇനി മഫ്ഊൽ മുത്ലഖിനെ കുറിച്ചുള്ള ബൈത്ത് ഓർമ്മ ഉണ്ടോ? توكيدا أو نوعا يبين أو عدد كسرت سيرتين سير ذي رشد. മഫ്ഊൽ മുത്ലഖ് 3 രൂപത്തിൽ വരും എന്നൊക്കെ പറയുന്ന ബൈത്താണ് അൽഫിയുള്ള ബൈത്ത്. അടുത്ത ചോദ്യം, ആതുൽ യതാമ അംവാലഹും വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്. ഇവിടെ മഫ്ഊൽ ബിഹി അസാനി ഏതാണ്? ആത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നൽകുവീൻ, അൽ യതാമ യതീമുകൾക്ക്, അംവാലഹും അവരുടെ സമ്പത്ത് നിങ്ങൾ നൽകുകയും, വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്, നിങ്ങൾ ത്വയ്യിബിന് പകരമായി ഖബീസിനെ സ്വീകരിക്കരുത്. ലാ തതബദ്ദലുൽ ഖബീസ, നിങ്ങൾ ഖബീസിനെ പകരമാക്കരുത്, ബിത്വയ്യിബ്, ത്വയ്യിബ് കൊടുത്തുകൊണ്ട് ഖബീസിനെ പകരമാക്കരുത്. ഇതിൽ രണ്ടാമത്തെ മഫ്ഊൽ ആയിട്ട് വരുന്നത് ഏതാണ്? പി എന്ന ഓപ്ഷൻ അല്ല, അംവാലഹും. വേറെ ഓപ്ഷൻ ഉണ്ടോ? ഒരാൾ മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ. സി എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. സി എന്ന ഓപ്ഷൻ ശരിയാവില്ല കേട്ടോ. ലാ തതബദ്ദലു, നിങ്ങൾ പകരമാക്കരുത്. ആ തബദ്ദലു അതിൻ്റെ ഫായില് വാവാണ്, ലമീറാണ് ഫായില്. അതിൻ്റെ മഫ്ഊൽ ഒന്നാമത്തെ മഫ്ഊലാണ് ഖബീസ എന്നുള്ളത്. അപ്പോൾ ഖബീസ എന്നുള്ള ഒന്നാം മഫ്ഊലാണ്. നമുക്ക് ചോദ്യം എന്താണ്? രണ്ടാം മഫ്ഊലാണ് ചോദ്യം. അപ്പോൾ സി എന്ന ഓപ്ഷൻ ശരിയാവില്ല. ലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ് എന്നതിൽ രണ്ടാമത്തെ മഫ്ഊലൊന്നും ഇല്ല, ഒറ്റ മഫ്ഊലേ ഉള്ളൂ. ആത്തുൽ യതാമ അംവാലഹും, അവിടെയാണ് രണ്ട് മഫ്ഊലുള്ളത്. ആത്തു നിങ്ങൾ നൽകുവീൻ, അൽ യതാമ യതീമുകൾക്ക്, അംവാലഹും അവരുടെ മുതൽ നൽകുവീൻ എന്ന് പറയുമ്പോൾ ആത്തു നിങ്ങൾ നൽകുവീൻ. അപ്പോൾ ആ ആത്തി എന്ന ഫീലിൻ്റെ ഫായില് അതിൻ്റെ ജമ്മിൻ്റെ ലമീറാണ്. ആത്തു എന്നുള്ള വാവാണ് അവിടുത്തെ ഈ ഫീലിൻ്റെ ഫായില്. അപ്പോൾ നിങ്ങൾ നൽകണം, അൻതും നിങ്ങൾ നൽകണം. ആൾക്ക് അൽ യതാമ യതീമുകൾക്ക് നൽകണം. യതാമ എന്നുള്ളത് ഒന്നാമത്തെ മഫ്ഊലാണ്. യതീമുകൾക്ക് എന്ത് നൽകണം? അംവാലഹും അവരുടെ സമ്പത്ത് നിങ്ങൾ നൽകണം. അവർ മുതിർന്നു കഴിഞ്ഞാൽ, യതീമായിരുന്ന സമയത്ത് അവരുടെ മുതൽ വലിയൻ്റെ കയ്യിലായിരിക്കും. അവർ മുതിർന്നു കഴിഞ്ഞാൽ ആ സമ്പത്ത് നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അംവാലിനെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ യതീമുകൾക്ക് നൽകണം, അതൊന്നാം മഫ്ഊൽ. യതീമുകൾക്ക് എന്ത് നൽകണം? അംവാലഹും അവരുടെ മുതൽ നൽകണം, രണ്ടാം മഫ്ഊൽ. ചിലപ്പോൾ ചോദിക്കാം, യതാമ എന്നുള്ള രണ്ടാം മഫ്ഊലും അംവാല ഒന്നാം മഫ്ഊലും അങ്ങനെ ആയിക്കൂടെ? മഫ്ഊൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, തഖദീമ് തഅഖീർ എന്നതായിക്കൂടെ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ ഇഷ്കാലാക്കുമ്പോൾ മറുപടി എന്താ വെച്ചാൽ, നമ്മൾ ഒന്നാമത്തെ മഫ്ഊലും രണ്ടാമത്തെ മഫ്ഊലൊക്കെ തീരുമാനിക്കുന്നത് ആ രണ്ട് മഫ്ഊലിൻ്റെ സ്വഭാവം നോക്കിയിട്ട് അതിൽ ഏതാണോ ഫായിലാവാൻ പറ്റിയതുണ്ടെങ്കിൽ അതിനെയാണ് ഒന്നാം മഫ്ഊലാക്കുക. അതായത് ഇപ്പോൾ ഇവിടെ യതീമുണ്ട്, അംവാലുണ്ട്. യതീമിനും അംവാലിനും ഒരു ഫായിലാകാൻ പറ്റിയത് ഇപ്പോൾ യതീമാണ്. അംവാൽ അചേതന വസ്തുവാണ്, അതിനൊന്നിനും പറ്റാത്ത സംഭവമാണല്ലോ. ഇപ്പോൾ യതീമുകൾക്ക് മുതൽ വാങ്ങുമ്പോൾ ആ മുതൽ വാങ്ങുന്ന ആൾക്കാരാണ്, വാങ്ങുന്ന ഫായിൽ യതീമുകളാണ്. അപ്പോൾ ഒരു മഴയിൽ ഫായിലായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഒന്നാം മഫ്ഊലായിട്ട് വരാൻ, മറ്റേത് രണ്ടാം മഫ്ഊലായിട്ട് വരും. ഇപ്പോൾ കസൗത്തു സൈദൻ ഖമീസൻ, കസൗത്തു ഞാൻ ധരിപ്പിച്ചു, സൈദൻ സൈദിന് ഖമീസൻ ഒരു ഖമീസ് ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ കസൗത്തു അതിൻ്റെ ഫായിൽ നമ്മൾ മുത്തസല ദമീറാണ് ഫായിൽ. സൈദൻ സൈദിനെ ധരിപ്പിച്ചു, ഖമീസൻ ഖമീസ് ധരിപ്പിച്ചു. സൈദ് ഒന്നാം മഫ്ഊലാണ്, ഖമീസ് രണ്ടാം മഫ്ഊലാണ്. ഇവിടെ സൈദും ഖമീസും നോക്കുകയാണെങ്കിൽ നമ്മൾ വസ്ത്രം ധരിപ്പിക്കുമ്പോൾ വസ്ത്രം ധരിക്കുന്ന ഫായിൽ ആരാണ്? സൈദാണ്. അപ്പോൾ സൈദാണ് ഒന്നാം മഫ്ഊലായി വരാൻ പറ്റുക, ഖമീസ് രണ്ടാം മഫ്ഊലായിട്ട്. അല്ല നേരെ തിരിച്ച് ഖമീസ് ഒന്നാം മഫ്ഊല് സൈദ് രണ്ടാം മഫ്ഊല് അങ്ങനെ പറയാൻ പറ്റില്ല.
അതെങ്ങനെ വന്നാലും ഇപ്പോൾ സെൻറ്റൻസിലിപ്പോൾ കസൗത്തു ഖമീസൻ സെയ്ദൻ എന്ന് വന്നാൽ പോലും അവിടെ ഒന്നാം മഫൂൽ അവിടെ പിന്തി വന്നു എന്നല്ലാതെ ഒന്നാം മഫൂലായിട്ട് ഖമീസാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് മഫൂലുകൾ വരുമ്പോൾ അവിടെ മൈനയിൽ ഫായിലായി വരാൻ പറ്റിയ ഏതാണോ അതാണ് ഈ ഒന്നാം മഫൂൽ ഉണ്ടാവുക, മറ്റേത് രണ്ടാം മഫൂൽ. ഇനി മസാ അസ്സബത്ത് ഇവിടെ ഇഖ്തരി സ്വഹീഹ് 4 രൂപത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ്. മസാ അസ്സബത്ത്, മസാ ഉസ്സബത്ത്, മസാ ഇസ്സബത്തി, ബി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്താണ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? എന്താണ് മസാ അസ്സബത്തി എന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം പറയൂ? കാരണം എന്നില്ല, വെറുതെ തിരഞ്ഞെടുത്താൽ മസാ എന്നുള്ളത് ലർഫ് സമാനാണ് അല്ലേ? ലർഫ് സമാനാണ്. ലർഫ് സമാനാകുമ്പോൾ അതിന് നസ്ബ ഉണ്ടാവുക. സബത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. സബത്ത് എന്നിലേക്ക് ലാഫത്ത് ചെയ്തു ശനിയാഴ്ച വൈകുന്നേരം. അപ്പോൾ വൈകുന്നേരം എന്നതിന് ശനിയാഴ്ചയിലേക്ക് ചേർത്തു, ലാഫത്ത് ചെയ്തു. മുലാഫിലേക്ക് ജറ ഉണ്ടാവുക. അങ്ങനെയാണ് സബത്തി എന്നതിന് ജറ ലഭിച്ചത്. മറ്റേ മസാ എന്ന് ലർഫിന് റഫുണ്ടാവില്ലല്ലോ, അപ്പോൾ അത് തെറ്റാണ്. പിന്നെ മസാ അസ്സബുത്ത, അവിടെ സബുത്ത എന്നുള്ളിടത്ത് നസ്ബ് വന്നത് തെറ്റാണ്, കാരണം മുലാഫിലേക്ക് ജറ ഉണ്ടാവാം. നമ്മളെ എന്താണ് സബാഹൽ ഖൈർ മസാഹൽ ഖൈർ എന്നൊക്കെ പറയില്ലേ, അത് മസാ ഉൽ ഖൈർ എന്ന് പറയാൻ പറ്റുമോ? അത് മസാ ഉൽ ഖൈർ എന്ന് പറയാൻ പറ്റുമെന്നല്ലേ? പറ്റുമോ എനിക്കറിയില്ല, പക്ഷെ ചെറിയ കുട്ടികളുടെ പുസ്തകത്തിലൊക്കെ മസാ ഉൽ ഖൈർ ഉണ്ട്. അതെ, എനിക്കും സെയിം ഡൗട്ടാണ് അത്. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച സമയത്ത് മസാ ഉൽ ഖൈർ സബാഹുൽ ഖൈർ എന്നൊക്കെ കണ്ടു. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇങ്ങനെയല്ലല്ലോ ഞാൻ പഠിച്ചത്. രണ്ട് രീതിയിലും പറയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ റൂൾസ് ഒന്നും അറിയില്ല. നമ്മൾ പ്ലസ് ടു മീറ്റിങ്ങിന് പോയപ്പോ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ടെക്സ്റ്റ് ബുക്കില് ചെറിയ മാറ്റമുണ്ട് മസാഹൽ ഖൈർ എന്നുള്ളത്. അപ്പോ ഈ വിഷയം പറഞ്ഞപ്പം രണ്ട് രീതിയിലും പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലർഫ് സമാനാണ് ഈ സബാഹ മസാ എന്നുള്ളതൊക്കെ. ലർഫ് സമാൻ ആയതുകൊണ്ട് എനിക്ക് നസ്ബേ പറ്റുള്ളൂ. അടുത്ത ചോദ്യം. അപ്പോൾ മസാ എന്നുള്ള തെറ്റാട്ടോ, മസാ എന്നേ പറയാൻ പറ്റുള്ളൂ, മസാ. പിന്നെ അടുത്ത ചോദ്യം, കലിമത്തു ഖശിയ ഫിൽ ആയത്ത്, ആയത്തിൽ ഖശിയത്ത് എന്ന വാക്ക് എന്താണെന്ന ചോദ്യം. ഇപ്പോൾ വലാ തഖ്തുലു ഔലാദക്കും ഖശിയത്ത് ഇംലാഖിൻ എന്ന ആയത്ത്. വലാ തഖ്തുലു നിങ്ങൾ കൊല്ലരുത്, ഔലാദക്കും നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്, ഖശിയത്ത് ഇംലാഖിൻ ഇംലാഖിന് ഭയപ്പെട്ടതിന് വേണ്ടി. ഇംലാഖിന് കൊടിയ ദാരിദ്ര്യം, ഈ ദാരിദ്ര്യം ഭയപ്പെട്ടതിന് വേണ്ടി നിങ്ങൾ മക്കളെ കൊല്ലരുത്. ഡി ആണ് എല്ലാവരും സെലക്ട് ചെയ്യണം അല്ലേ? കാരണം ലാ തഖ്തുലു നിങ്ങൾ കൊല്ലരുത്, അതിൻ്റെ കാരണം വിശദീകരിക്കണം. എന്തിനു വേണ്ടി കൊല്ലരുത്? ഭയപ്പെട്ടതിന് വേണ്ടി നിങ്ങൾ കൊല്ലരുത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ഫത്തറ സ്വായിമു വ ആദാനൽ മഗ്രിബ്. ഫത്തറ സ്വായിമു നോമ്പുകാരൻ നോമ്പ് തുറന്നു, വ ആദാനൽ മഗ്രിബ്. ഇവിടെ കലിമത്തു ആദാൻ എന്നുള്ളത് ഏതാണ്? മഫ്ഊൽ മുത്ലഖ് ഫീഹി അജ്ലിഹി മഅഹു.
മഫൂല് ഫീഹി എന്നൊക്കെ സെലക്ട് ചെയ്യണ്ടല്ലോ. ഒരു കാര്യം എന്നൊക്കെ വാവിൻ്റെ ശേഷം വരുന്നതായതുകൊണ്ട് മഫൂല് മഅഹു ആയിരിക്കും. ഓക്കെ. അപ്പം നോമ്പുകാരൻ നോമ്പ് തുറന്നു ഏതോടുകൂടെ ആദാനിൽ മഗ്രിബ് ബാങ്കോടുകൂടെ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന അതേ സമയത്ത് എന്ത് ചെയ്തു നോമ്പ് തുറന്നു. ആ മഫൂല് മഅഹു ആണ് അവിടെ കേട്ടോ. അടുത്ത ചോദ്യം ഇഖ്തിരി ലറുഫ മിനലാത്തിയ താഴെ തന്നിട്ടുള്ളതിന് ലറുഫ് തിരഞ്ഞെടുക്കാൻ. ലറുഫ് അറിയാലോ, ലറുഫ് സമാനി ലറുഫ് മക്കാനൊക്കെ ഉണ്ട്. താഴെ തന്ന ഓപ്ഷൻസിൽ നിന്ന് ലറുഫ് തിരഞ്ഞെടുക്കാൻ. മിന്ന്, വറാ, ഇല, ഹത്ത. ഇതിലേതാണ് ലറുഫ്? വറാ എന്നുള്ളതാണ് അല്ലേ. വറാ എന്നതിന് മുൻവശം അല്ലെങ്കിൽ പിൻവശം എന്നൊക്കെ അർത്ഥം. അപ്പോൾ മിന്ന്, ഇല, ഹത്ത എന്നൊക്കെ വെറും ജറിൻ്റെ ഹർഫുകളാണ്. വറാ എന്നുള്ളതാണ് മുൻവശം അല്ലെങ്കിൽ പിൻവശം എന്നൊക്കെ അർത്ഥമുള്ള ലർഫ് മക്കാനിൻ്റെ മേൽ അറിയിക്കുന്ന പദം. അടുത്തത് മൽ മുഖദ്ദിറാത്തു തുഫ്സിദുൽ ഖുലുഖ. മുഖദ്ദിറാത്ത് പറഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങൾ കേട്ടോ. അത് തുഫ്സിദുൽ ഖുലുഖ സ്വഭാവം ചീത്തയാക്കും. ഇവിടെ കലിമത്തുൽ ഖുലുഖ് ഫി ഹാദിൽ ജുംല. ഈ ജുംലയിൽ ഖുലുഖ് എന്ന പദം എന്താണ്? ഫാഇല്, മഫ്ഊല്, സിഫത്ത്, മുബ്തദ. എല്ലാവരും അനുസരിട്ടോ. മഫ്ഊല് എന്നാണ് ചെയ്തത്. ഓക്കെ. മുബ്തദ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുബ്തദയാണ് അൽ മുഖദ്ദിറാത്തു എന്നുള്ളതാണ് മുബ്തദ കേട്ടോ. മുഖദ്ദിറാത്ത് ആകുന്നത് തുഫ്സിദു, അത് നാശമാക്കുന്നു, അൽ ഖുലുഖ സ്വഭാവത്തെ. അപ്പോൾ തുഫ്സിദു എന്നതിൻ്റെ മഫ്ഊലാണ് ഖുലുഖ എന്നുള്ളത്. മുഖദ്ദിറാത്ത് മുബ്തദ ആണ്. തുഫ്സിദു എന്ന ആ ജുംല മുദാരിയായ ഫീലും മുഖദ്ദിറാത്തിലേക്ക് മടങ്ങുന്ന ഹിയ എന്ന അർത്ഥം വരുന്ന ദമീറും അടക്കമുള്ള ജുംലയാണ് മുഖദ്ദിറാത്ത് എന്നതിൻ്റെ ഖബർ. തുഫ്സിദു എന്നതിൻ്റെ മഫ്ഊലാണ് ഖുലുഖ എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം ഖറാ ഉനൈസുൻ അൽ കിതാബൈനി അൽ കിതാബു കിതാബാനി അൽ കിതാബി. ഏതാ ശരി? ഉനൈസ് വായിച്ചു എന്നാണ്. എന്ത് വായിച്ചു? അതിന് തർക്കീബ് എന്താ വരാ? നീ പോയിപ്പിക്കാനുള്ള തർക്കീബ് മഫ്ഊലല്ലേ? ആ അതെ, മഫ്ഊലാണ്. മഫ്ഊലിന് നസ്ബ ഉണ്ടാവുക. അതെ, യാ നൂനെന്ന് പറയണ്ട, യാ കൊണ്ട് ചെറുട്ടോ. യാ കൊണ്ട് നസ്ബ്. നൂന് നസ്ബിൻ്റെ അടയാളമൊന്നുമില്ല കേട്ടോ. നൂന് തസ്നിയയിലുണ്ടാവുന്ന നൂനാണ്. അത് നസ്ബിന് വേണ്ടി വരുന്നൊന്നുമല്ല. ജവാബ് കിതാബൈനി എന്നുള്ളതാണ്. ഓക്കെ, ശരി. പിന്നെ ഇഖ്തിരി ലർഫ മിലാത്തിയ മിന്ന്, അമാമ, അൻ, മുന്തു. ഇവിടെ ലർഫ് ഏതാണ് ലർഫായിട്ട് വന്നത്? ഓക്കെ, ബി ആണല്ലേ. ഇതേ ചോദ്യം നേരത്തെ വന്നിരുന്നു. നേരത്തെ അവിടെ വറ എന്നാണ് വന്നിരുന്നത്. പിന്നെ അടുത്ത ചോദ്യം കുല്ല് ഹക്ക വലവ് കാന മുറ. കുലിൽ ഹക്ക വലവ് കാന മുറ. ഇവിടെ കലിമത്തുൽ ഹക്ക് ഫി ഹാദിൽ ജുംല. ഈ ജുംലയിൽ ഹക്ക് എന്നുള്ളത് ഫായിലാണ്, മഫ്ഊലാണ്, സിഫത്താണ്, ഖബറാണ്. അത് മഫ്ഊലാണ് അല്ലേ. ഈ കുൽ എന്ന ഫീല് എന്ത് ഫീലാ? കുൽ എന്ന ഫീല് അങ്ങനെ എന്താ മറ്റേതാണോ ചോദിക്കുന്നത്? അതിന്റെ അസ്ല ചോദിക്കുന്നത് എങ്ങനെ? അമർ ഫീലാണ്.
അപ്പോൾ അതിൻ്റെ അമ്പറുണ്ടാക്കുന്ന രൂപം എങ്ങനെയാണെന്ന് അറിയാം. കാല യഖൂലു ഊൽ ഉൽ കാല കവല അങ്ങനെയല്ലേ അസ്ലിയായിട്ട് വരുമ്പോ? അസില കവല എന്നാണ്. അപ്പോൾ അമ്പറുണ്ടാക്കുമ്പോൾ മുതാരിന്ന് അമ്പറുണ്ടാക്കുക. യക്കൂലു തക്കൂലു എന്നാണ് അമ്പറുണ്ടാക്കുക. തക്കൂലു തക്കൂലുവിന് എന്ത് ചെയ്യട്ടെ ആദ്യം? സാർ അപ്പൊ എല്ലാ ഫീലും അങ്ങനെയാണോ? എല്ലാ ഫീലും അങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് താ വെച്ചിട്ട് പിന്നെ മുഅന്നസിന്റെ രൂപത്തിലാക്കിയിട്ടാണോ? മുഅന്നസല്ലത് അത് വാദാ മുദക്കർ ഹാദിറായിട്ടെ നമ്മൾ അമ്ര ഹാദിറല്ലേ? അത് എല്ലാ ഫീലുകളും അങ്ങനെയാണോ? അപ്പോ അമ്ര ഹാദിർ എടുക്കുന്നത് മുതാരി ഹാദിറായ മുതാരി എന്നാണ്. ഇൽരിബ് എന്നുള്ളത് തെളിരിബു എന്ന മുതാരി എന്നാണ് ഇൽരിബ് എടുക്കുന്നത്. അതിന് തായിര കളയും. എന്നിട്ട് സുക്കൂനായതുകൊണ്ട് വസൽ നംസ കൊടുക്കും. അവസാനത്തെ ഉമ്പളന് അല്ലാതിപ്പോ നമ്മള് പിന്നെ ഇപ്പൊ നെസറിന്റെ എടുക്കുമ്പോ നമ്മളിപ്പോ നെസറ എൻസൂറു എന്നല്ലേ എടുക്കുക, അങ്ങനെയല്ലേ? തെൻസുറൂന്ന് തെൻസുറൂന്ന് എടുക്കാം. നെസറ എൻസുറു സർഫാക്കിയ തെൻസുറു എന്നാവും. നീ ഒരു പുരുഷനെ സഹായിക്കുന്നു. തെൻസുറു ഈ വാദാൻ മുദക്കർ ഹാദിറിൽ നിന്നാണ് അമ്ര ഹാദിർ എടുക്കുക. അത് പുതിയ അറിവാണല്ലോ. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ നമ്മള് ഇതുവരെ പറഞ്ഞെടുത്ത് നോക്കാം അങ്ങനെ തന്നെയാണ്. പിന്നെ നെസറാന്നാണെങ്കിൽ എൻസുറു പറഞ്ഞിട്ട് പിന്നെ അതിനെ തെൻസുറു നോക്കാൻ പോവാറില്ല. അങ്ങനെ മാറൊന്നുമില്ല. എൻസുറൂന്നും തെൻസുറൂന്നും എടുത്തോണ്ട് പ്രത്യേകിച്ച് മാറൊന്നുമില്ല. മാത്രല്ല എന്നാലും ശരിക്കും അങ്ങനെ എടുക്കുന്ന രൂപം എന്ന് പറയുമ്പോ ഹാലിറാക്കണം എന്നല്ലേ, എന്നിട്ടേ പറ്റുള്ളൂ അല്ലേ? അതെ, അമ്ര ഹാദിറിൽ നിന്നാണ്. അല്ല, അമ്ര ഹാദിർ ആയതുകൊണ്ട് മുതാരി ഹാദിറിൽ നിന്ന് എടുക്കുക. അതിനൊക്കെ ആരോ കാനേക്കൂനൊക്കെ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ പറഞ്ഞേ? അപ്പൊ കാലയക്കൂലു എന്ന് പറയുമ്പോ അതിന് തക്കൂലു വെച്ചിട്ട് എടുക്കുക, തക്കൂല് വെച്ചിട്ടെടുക്കുക. തക്കൂലു എന്നുണ്ടാകാം. തക്കൂലത്തെ തായിനെ കളയും, അപ്പൊ കൂലൂന്നാവും. പിന്നെ ജസ്മിന്റെ രൂപത്തിലാക്കാൻ വേണ്ടി ലാമിന് സുക്കൂൻ ചെയ്യും. അപ്പൊ പിന്നെ വാവും ലാമും രണ്ടും സുക്കൂനായി വരും. അപ്പൊ ഇൽത്തിഖാസാക്കിനായപ്പോ വാവിനെ കളയും. ഓക്കെ അല്ലേ? അപ്പോൾ കുലിനാവും. ഇനി ഇവിടെ വായിക്കേണ്ട കോലം കുലിൽ ഹക്ക എന്നാണ്. കുലിൽ ഹക്ക അവിടെ ലാമിന് കെസറോടെ വായിക്കേണ്ടത്. എന്താ കാരണം? കുലിൽ ഹക്ക വലവുക്കാനും കുരുന്ന മഫൂല. ലാമിനെ കെസറോടെ വായിക്കാം. കുലിൽ ഹക്കാന്ന്. പിന്നെ സുക്കൂനുകൾ ഒരുമിച്ച് വന്നതുകൊണ്ടല്ലേ? അതെ, രണ്ട് സുക്കൂൻ ഒരുമിച്ച്. ഇവിടെ കുൽ എന്ന് പറയുമ്പോൾ ലാമിന് സുക്കൂനാണ് ശരിക്കല്ലേ? ലാമിന് സുക്കൂനാണ് ശരിക്കുണ്ടാവുക. അതേപോലെ തന്നെ കുലിൽ ഹക്ക എന്നുള്ള ഈ അൽ ഹക്ക എന്ന ലാമിനും സുക്കൂനുണ്ടാവുക. അലിഫ് പിന്നെ ഉച്ചരിക്കൂല, ഉച്ചാരണത്തിൽ പോകും. കാരണം വസലിന് അംസായതുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ അലിഫ് ഉണ്ടാവില്ല. പിന്നെ ഈ ലാമും രണ്ട് ലാമും അടുത്തടുത്ത് സുക്കൂനുള്ള അക്ഷരങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഉച്ചരിക്കാൻ പ്രയാസമാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ അക്ഷരത്തിന് കെസർ കൊടുക്കും. അതിനാണ് തഹല്ലുസിൻ്റെ കെസർ എന്ന പേര്. രക്ഷപ്പെടാനുള്ള കെസർ, ഇൽത്തിഖാസാക്കിന് രക്ഷപ്പെടാനുള്ള കെസർ. അങ്ങനെ കെസർ കൊടുത്തിട്ടാണ് കുലിൽ ഹക്ക വലവുക്കാനും മുറ. വെറും കുൽ എന്ന് മാത്രം വായിക്കുമ്പോൾ സുക്കൂൻ കൊടുത്തിട്ട് വായിക്കും. കൂട്ടി വായിക്കുമ്പോൾ ശേഷം സുക്കൂന് വരുന്നത് കൊണ്ടാണ് ഇവിടെ കുലിൽ ഹക്ക എന്ന് കെസർ കൊടുത്ത് വായിക്കാൻ കാരണം. അതാണ് സുക്കൂൻ. അപ്പോൾ പുതുതായി വന്ന സുക്കൂനാണ് അസില്ല സുക്കൂൻ. പുതുതായി വന്ന കെസറാണത്. അസില് സുക്കൂനാണ് ഉള്ളത് കേട്ടോ. കുലിൽ ഹക്ക വലവുക്കാനും മുറ. ഇവിടെ ഹക്ക എന്നുള്ള മഫൂല, കുൽ എന്നതിൻ്റെ മഫൂലാണ് ഹക്ക. കുൽ എന്നതിൻ്റെ ഫായിൽ അൻത എന്ന ലമീർ, മുസ്തത്തിറായ ലമീറാണ് ഫായിൽ. ഓക്കെ, അടുത്ത ചോദ്യം. അക്കല മുഹമ്മദുൻ ഡാഷ്. നേരത്തെ ചോദിച്ച പോലെ തന്നെ ഖറഅ മുഹമ്മദുൻ ഡാഷ് അതേപോലെ തന്നെയാണ്. അക്കല മുഹമ്മദുൻ അത്തുഫാഹ ഉത്തരം ചെയ്യാൻ എല്ലാവർക്കും മടിയുണ്ടാവും. ഒരാൾ മാത്രം ചെയ്തിട്ടുള്ളൂ. അത്തുഫാഹ തൈനിന്ന് വേണ്ടല്ലേ? ഓക്കെ, മഫൂലാണ്. യാ കൊണ്ട് നസ്ബ് ഉണ്ടാവാം.
തസ്നിയ ആയതുകൊണ്ട്. ഇങ്ങനെ പോയിട്ട് അൽ മഫ്ഊലു യകൂനു മർഫൂഅൻ മൻസൂബൻ മജ്റൂറൻ. എന്താ ഉള്ളത്? കുല്ലുൻ സഹീഹ്. ഇതിലേതാ? ഇത്തരം വളരെ സിമ്പിളായ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ. പഠിച്ചാൽ തെറ്റിച്ചാ കുല്ലുൻ സഹീഹ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. മഫൂൽ എപ്പോഴും നെസ്ബേ ഉണ്ടാവുള്ളൂ, നെസ്ബ് മാത്രമേ ഉണ്ടാവുക. 5 മഫൂലുകളുണ്ട്, 5 മഫൂലും മൻസൂബാണ്. മർഫൂഉം മജ്റൂറും ഒന്നും ഉണ്ടാവില്ല. അടുത്ത ചോദ്യം, മാ ഇറാബുൽ മുനാദ ഇദാ കാന മുദാഫൻ. മുനാദയുടെ ഇറാബ് എന്താണ്? മുദാഫ് ആയി കഴിഞ്ഞാൽ കേട്ടോ. മുനാദ മുദാഫ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇറാബ് എന്തായിരിക്കും? മുനാദയെക്കുറിച്ച് മഫ്ഊൽ ബിഹിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, മുനാദയെക്കുറിച്ചും പറഞ്ഞിരുന്നു. മഫ്ഊൽ ബിഹിയെക്കുറിച്ച് ചർച്ച ചെയ്തെടുത്ത് ആ മഫ്ഊൽ ബിഹി മുനാദക്ക് നസ്ബ് ഉണ്ടാവുന്ന സന്ദർഭം, ലമ്മിൻ്റെ അഭിനയാവുന്ന സന്ദർഭം ഒക്കെ വിശദീകരിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഒരാൾ മാത്രമാണ് ആൻസർ ചെയ്തത് കേട്ടോ. ബാക്കിയുള്ളത് ആലേക്കാണോ? ഓക്കെ, ഓക്കെ. എ ആണ് ഉത്തരമായിട്ട് വരും കേട്ടോ. നസ്ബാണ് മുനാദ. നമ്മൾ പറഞ്ഞൊരു മഫ്ഊൽ ബിഹിയാണ് മുനാദ എന്ന് പറഞ്ഞു. ഈ മുനാദക്ക് നസ്ബ് കിട്ടുന്ന 3 സന്ദർഭങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന്, മുനാദ മുദാഫ് ആവണം. അതേപോലെ തന്നെ ശിബ്ഹ് മുദാഫ്, പിന്നെ നക്കിറ ഗൈറ മഖ്സൂദ. ഇങ്ങനെ 3 രൂപങ്ങളിലാണ് മുനാദക്ക് നസ്ബ് ഉണ്ടാകുന്ന ഘട്ടങ്ങൾ. ഈ 2 ഘട്ടങ്ങളിൽ ലമ്മിൻ്റെ മേലും അഭിനയായിരിക്കും. അതൊന്ന് മുനാദ മുഫ്രദാകുമ്പോൾ, അതായത് മുദാഫല്ലാതെ വരുമ്പോൾ, ഇദാഫത്തില്ലാതെ വരുമ്പോൾ, മുഫ്രദ് മാരിഫി ആകുമ്പോൾ കേട്ടോ, മുഫ്രദ് മാരിഫി ആകുമ്പോൾ. അതേപോലെ തന്നെ നക്കിറ മഖ്സൂദ ആകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ലമ്മിൻ്റെ റഫ് എങ്ങനെയാണോ അതിൻ്റെ മേലും അഭിനയായിട്ട്. ഏതായാലും റഫ് എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല, മുനാദക്ക് ഒരിക്കലും റഫ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബിനാഅൻ അലാമ യുൻസബ് ബിഹി, അതും ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടാകുന്ന 2 ഘട്ടങ്ങൾ, ഒന്ന് നസ്ബാണ്, മറ്റൊന്ന് ബിനാ ആണ് അലാമ യുർഫഉ ബിഹി. അതിൽ നസ്ബ് കിട്ടുന്ന സന്ദർഭങ്ങൾ മുനാദ മുദാഫ് ആകുമ്പോൾ, അല്ലെങ്കിൽ ശിബ്ഹ് മുദാഫ് ആകുമ്പോൾ, അതിൽ നക്കിറ ഗൈറ മഖ്സൂദ് ആകുമ്പോൾ. ഇന്നത്തെ ക്ലാസ് പറഞ്ഞ വിഷയങ്ങളാണ് അതൊക്കെ. പിന്നെ റഫ് ഏത് അലാമത്ത് കൊണ്ടാണോ ആ അലാമത്തിൻ്റെ കൊണ്ട് മബ്നിയാവുക എന്നുള്ളത് 2 ഘട്ടങ്ങളിലാണ്. മുനാദ മുഫ്രദ് മാരിഫി ആകുമ്പോൾ, അതുപോലെ തന്നെ മുനാദ എന്താകുമ്പോൾ നക്കിറ മഖ്സൂദ് ആകുമ്പോഴും. ഓക്കെ, അടുത്ത ഖറജത്തു വ തുലൂ അശംസ്. ഇവിടെ തുലൂ ആയിരുന്ന കലിമത്ത് ഏതാണ്? ഖറജത്തു വ തുലൂ അശംസ്. ഖറജത്തു വ തുലൂ അശംസ്. മഫ്ഊൽ മഅറൂഫ് ആണല്ലേ. ഈ വാവിൻ്റെ ശേഷം വാവ് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക ഇത് മഫ്ഊൽ മഅറൂഫ് ആണെന്ന്. ഓക്കെ, മഫ്ഊൽ മഅറൂഫ് നാട്ടോ വേണ്ടി മഫ്ഊൽ മുത്ലഖ് കൊടുത്തിട്ടുണ്ട്. മുനാദ മുഫ്രദായിട്ട് വരുമ്പോൾ അതിന്റെ ഇറാബ് എങ്ങനെയാണ്? ഇറാബ് ലമ്മിൻ്റെ മേലും അഭിനയം, റഫ് എന്തുകൊണ്ടാണോ അതിൻ്റെ മേലും അഭിനയായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് മഹല്ലി നസ്ബായിരിക്കും കേട്ടോ. മുനാദക്ക് നസ്ബാണ് ഉണ്ടാവുക, ചിലപ്പോൾ ലാഹിറിലാവും അല്ലെങ്കിൽ മഹലിലാവും. മുനാദക്ക് നസ്ബ ഉണ്ടാവുക. അതേസമയത്ത് മുനാദ മുഫ്രദ് മാരിഫി ആകുമ്പോഴോ മുനാദ നക്കിറ മഖ്സൂദ് ആകുമ്പോഴൊക്കെ ലമ്മിൻ്റെ മേൽ മബ്നിയായിട്ട് ഉണ്ടാവുക, നസ്ബ് മഹലിലായിരിക്കും. ഉദാഹരണത്തിന് യാ അള്ളാഹു, യാ റഹ്മാനു, യാ അള്ളാഹ്, യാ റഹീമു, യാ അള്ളാഹ്, അസ്മാഉൽ ഹുസ്നയൊക്കെ ചൊല്ലുമ്പോൾ ഫുള്ള് ലമ്മത്തുകൊണ്ട് മബ്നിയായിട്ട് കാണാം. അവിടെയൊക്കെ മഹല്ലിലാണ് നസ്ബ് ഉണ്ടാവുക. യാ അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു എന്നുള്ളത് ലമ്മിൻ്റെ മേൽ മബ്നിയാണ്, നസ്ബിൻ്റെ മഹല്ലിലാണ് ഉണ്ടാവുക. കാരണം അത് മുഫ്രദ് മാരിഫിയാണ്, അള്ളാഹ് എന്നുള്ള പദം മാരിഫിയാണ്, ഇലാഫത്ത് ചെയ്തിട്ടില്ലല്ലോ, ഇലാഫത്ത് ചെയ്യപ്പെടാത്ത മാരിഫിയായ പദം, അതിന് ലമ്മിൻ്റെ മബ്നി ഉണ്ടാവാം.
എന്നതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ട് യാ റജുലു, റജുൽ നക്കീറാണ്, പക്ഷേ ഒരു പ്രത്യേകമായ ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ട് യാ റജുലു എന്ന് വിളിക്കുമ്പോൾ അവിടെയും ലമ്മിൻ്റെ അഭിനയമായിട്ടുണ്ടാവാം. അല്ലാത്ത ഘട്ടങ്ങളിലാണ് നസ്ബ് ലായറായിട്ടുണ്ടാവുക. അപ്പോൾ യാ അബ്ദല്ലാഹി, അവിടെ അബ്ദ മുലാഫ് ആയതുകൊണ്ട് നസ്ബാണ്. പിന്നെ യാ ഹസനൻ വജുഹുഹു, അവിടെ ഷിബ് മുലാഫാണ്, നസ്ബാണ്. പിന്നെ യാ റജുലാ, ആരെയോ വിളിക്കാണ്, യാ റജുലാ. അപ്പോൾ ആ ഘട്ടങ്ങളിലും നസ്ബ ഉണ്ടാവാം. പ്രത്യേക ഒരാൾ ഉദ്ദേശിക്കാതെ വിളിക്കുമ്പോഴേ. ഇതിനടുത്ത് കും ലിൽ മുഅല്ലിമി തബ്ജീലൻ ലഹു, ഇവിടെ തബ്ജീലൻ എന്നതിൻ്റെ ഇറാബ്. കും നീ നിൽക്കുകയും, ലിൽ മുഅല്ലിമി മുഅല്ലിമിന് വേണ്ടി, തബ്ജീലൻ ലഹു ആ മുഅല്ലിമിനെ ബഹുമാനിച്ചതിന് വേണ്ടി നിൽക്കുക. ഓക്കെ, അവിടെ കും എന്നതിൻ്റെ കാരണം വിശദീകരിക്കുകയാണ്. തബ്ജീലൻ ബഹുമാനിച്ചതിന് വേണ്ടി. മഫൂൽ ലഹു ആണ്, അല്ലെങ്കിൽ മഫൂൽ അജ്ലിയാണ് ഉത്തരം. ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? അല്ലെങ്കിൽ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അടുത്ത ഭാഗത്ത് ഏതെങ്കിലും തർക്കീബ് അറിയേണ്ടതോ കാര്യങ്ങൾ ഉണ്ടോ? നമ്മൾ തുലു ശംസ് എന്നൊക്കെ പറയുമ്പോൾ വാവ് മഴയത്തിൻ്റെ വാവാണ്. തുലു എന്നുള്ളത് മഫ്ഊൽ മഅഹു മൻസൂബാണ്. ശംസി മുളാഫിലേഹി. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ശുക്രൻ വലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. ജസാക്കല്ലാഹ്. ആമീൻ ആമീൻ.